പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്, DRL വരുന്നുണ്ട്. ഇത് മറ്റേ സീക്വൻഷ്യൽ ടൈപ്പാണോ? അതെ, ഇങ്ങനെ ഓടിപ്പോകുന്ന ടൈപ്പിലുള്ള ഇൻഡിക്കേറ്റർ വിത്ത് DRL ആണ് വരുന്നത്. എല്ലാം നീറ്റ് ആൻഡ് ഗുഡ് ക്വാളിറ്റി തന്നെ കിടക്കുന്നു. ഇത് 35,000 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, അതായത് ഷോറൂം കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 17 മോഡൽ ഹൈലൈൻ പ്ലസ് TSI ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് ആണല്ലേ? ടോപ്പ് എൻഡ് ആണ്. ഒരു പുതിയ വണ്ടിയിലേക്ക് വരികയാണ് i20. അതെ, ഏതാ മോഡല്? ഇത് 2022 മോഡൽ. 22 മോഡൽ ആസ്ത ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്ന ടോപ്പ് എൻഡ് വണ്ടി. ഇത് 2018 മോഡൽ. 18 മോഡൽ ZXi ഓട്ടോമാറ്റിക് ആണ് വണ്ടിയാണല്ലേ? ഓക്കെ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. സീറ്റ് കവർ ഒക്കെ കമ്പനി തന്നെയല്ലേ? അതെ, കമ്പനി തന്നെയാണ്. ഇത് 15 മോഡൽ. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് 72,000 കിലോമീറ്റർ. VX സെയിം സൺറൂഫുള്ള ടോപ്പ് എൻഡ് വണ്ടി തന്നെ. സൺറൂഫുള്ള ടോപ്പ് എൻഡ് വണ്ടി തന്നെയാണ്. അടിപൊളി ലെഗ് സ്പേസ് ആണ് വണ്ടിക്ക്. ഞാനിരുന്നിട്ട് ഇവിടെ ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ഇവിടെ മറ്റേ ആംബ്രസ്റ്റ് വരുന്നില്ലേ, ആംബ്രസ്റ്റും കൂടി എടുക്കാം, നല്ലല്ലേ ആ ഒരു സെറ്റപ്പ് ഉള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് SA കാർസ് എന്ന് പറയുന്ന യൂസ് കാർ ഷോറൂമിലാണ്, കൊച്ചിയിൽ അല്ലേ? അതെ. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളമശ്ശേരി നിന്ന് കാക്കനാടേക്ക് പോകുന്ന റൂട്ടിൽ കൈപ്പടമംഗൾ ബസ് സ്റ്റോപ്പിന്റെ നേരെ പൊക്കത്തായിട്ടാണ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത്. നേരെ പൊക്കത്താണ്, ഒരു പൊക്കത്തായിട്ടാണ് ഈ ഷോറൂം ഇരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ നമുക്ക് SA കാർസിലെ അമീനാണ് കൂടെ ഉള്ളത്. കുറേ നാളായില്ല നമ്മളത് കണ്ടിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും അടുത്തായിട്ടുള്ളൊരു ഷോറൂമാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ വരാൻ നേരത്ത് ഭയങ്കര ഗ്യാപ്പിട്ടാണ് വരാറ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് ഷോറൂം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ലൈറ്റായി പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഷ്ടംപോലെ കിടിലൻ വണ്ടികളുണ്ടല്ലോ. എല്ലാം ബഡ്ജറ്റ് കാർസ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർസ് ആണ്. ഇന്നോവ ഉണ്ട്, നമുക്ക് സെഡാൻ വണ്ടികളുണ്ട്, ഡിസയർ, സാൻഡ്രോ. എല്ലാ വണ്ടിക്കും ഫിനാൻസ് ഉള്ള വണ്ടികളാണോ? നമുക്കൊരു 2011 മേലേക്ക് എല്ലാ വണ്ടിക്കും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓൾ കേരള ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓൾ കേരള ഫിനാൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുണ്ടോ, എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടോ? എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, ഫിനാൻസ് ഓപ്ഷൻ ഉണ്ട്. ഇൻഷുറൻസ് ഡെലിവറി നമുക്ക് ചെയ്യാൻ പറ്റും. എവിടെയാണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ കേരളത്തിൽ മൊത്തം ഇവരുടെ സർവീസ് കിട്ടുന്നതാണ്. നമുക്ക് വണ്ടി പരിചയപ്പെട്ടു തുടങ്ങിയാലോ? തുടങ്ങാം. ആദ്യം നമ്മൾ ഒരു ചെറിയ വണ്ടി തുടങ്ങാം അല്ലേ? അതെ, സാൻഡ്രോ. ഇത് 2010 മോഡല്, തേർഡ് ഓണർഷിപ്പിൽ വരുന്ന 97,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 97,000 കിലോമീറ്റർ ഓടിയ. ടയർ 4 ന്യൂ ആണ്, പുതിയ ടയറാണ്. ഓക്കെ. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് എന്ന് പറയാനായിട്ട് ഈ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഗ്ലാസ് മാത്രം. വേറെ ബോണറ്റ്, ഡോറ്, ഗ്ലാസ്, വണ്ടിക്ക് വേറെ മേജറായിട്ടൊന്നും ഇല്ല. ഓക്കെ. ഹെഡ്ലൈറ്റ് നോക്കിയാൽ തന്നെ അറിയാം, എല്ലാം ആ ഫസ്റ്റ് കണ്ടീഷൻ തന്നെയാണ്. ഡിം ആയിട്ടുണ്ട്. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും കുഴപ്പമൊന്നുമില്ല, നീറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നത്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനിയൊന്നുമില്ല. 2010 ആണ്. അപ്പോൾ ടെസ്റ്റ് അടുത്ത വർഷമാണ് വരുന്നത്. ഈ കണ്ടീഷൻ കൊണ്ടായാലും നമുക്ക് ടെസ്റ്റ് പാസ്സാക്കി ഇറക്കാൻ പറ്റും അല്ലേ? അത്രയും പക്ക കണ്ടീഷനിൽ വണ്ടി. എത്ര ചോദിക്കണ വില? ഇതിന് 140, 140. 140. നമുക്ക് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. നെഗോഷ്യബിൾ ആണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. 10,000 ഫിനാൻസ് ഉണ്ടാവില്ലല്ലോ? ഫിനാൻസ് കിട്ടില്ല. റെഡി ക്യാഷിന് എടുക്കേണ്ടി വരും. റെഡി ക്യാഷ് ആണ്. നേരെ അടുത്ത് വരുന്നത് അമേസ് 2015 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 75,000 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഏതാ വേരിയന്റ്? ഇത് SMT എസ് ഓട്ടോമാറ്റിക്. ഓക്കെ. ടോപ്പ് SMT എന്ന് പറയുമ്പോൾ മാനുവൽ ആയി പോകും. S80 ടോപ്പ് എൻഡ് വണ്ടിയാണല്ലേ? ടോപ്പ് എൻഡ് അല്ല, മിഡ് ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തിട്ടുണ്ടോ? ഇന്റീരിയർ സൈഡിൽ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം ഒക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ കമ്പനി കമ്പനി. റിയർ സൈഡിലും സീറ്റൊക്കെ ഡാമേജ് ഒന്നും ഇല്ല, അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ടയർ നമുക്കൊരു 40-50% ടയർ കണ്ടീഷൻ വരുന്നുണ്ട്. 50% മേലെ ഉള്ള ടയർ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിക്കും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇതിനും റീപ്ലേസ് പറയാനുള്ളത് ആകെ ഈ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ഗ്ലാസ്, ഈ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. വിൻഷീൽഡ് മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും മേജർ ആക്സിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല. എത്ര ചോദിക്കണ വില? ഇതിന് ചോദിക്കുന്നത് 4.5 ലക്ഷം രൂപ. 4.5 ചോദിക്കുന്നത്. സെഡാൻ ഓട്ടോമാറ്റിക്. ഇതിന് ഫിനാൻസ് കിട്ടുമല്ലോ? ഇതിന് ഫിനാൻസ് കിട്ടും. എത്ര വരെ? ഇതിന് നമുക്കൊരു 70-80% വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. എത്രയായിരുന്നു അതിന്റെ പ്രൈസ്? 4.5. ഓക്കെ. ഏത് ഇയർ ആയിരുന്നു? 2015 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന. ഒരു 70-80% ഒക്കെ ലോൺ കിട്ടും നിങ്ങൾക്ക്, നല്ല ട്രാക്കുള്ള വ്യക്തിയാണെങ്കിൽ. നമുക്കൊരു 90% വരെ ചെയ്യാൻ പറ്റും. 90% ലോൺ കിട്ടാൻ സാധ്യതയുള്ളൊരു വണ്ടിയാണ് കേട്ടോ ഇത്. അടുത്ത വണ്ടി സുസുക്കിയുടെ വണ്ടി. ഇത് ആൾട്ടോ 800 ബഡ്ജറ്റഡ് കാറാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. 94,000 കിലോമീറ്റർ റണ്ണിങ്. LXi ആണ് വേരിയന്റ് വരുന്നത്. LXi ആണ്. ഇതിന്റെ റേറ്റ് വരുമ്പോൾ 2.10. ഓക്കെ. ഇതിനകത്ത് ഇപ്പോ
ഇതിനകത്ത് ടയർ കണ്ടീഷൻ പറയണെങ്കിൽ ഒരു 30% ടയർ കണ്ടീഷൻ ആണ് ഉള്ളൂ വണ്ടിക്ക്. അത് നമ്മൾ മാറ്റി കൊടുക്കുമോ? അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം, ആൾക്കാരുടെ ബഡ്ജറ്റ് എങ്ങനെ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാറ്റെങ്കിൽ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് നമുക്ക് മൈനസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോഴും കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് തന്നെയാണ്. എല്ലാം കമ്പനി സംഭവങ്ങൾ തന്നെയാണ്, എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല വണ്ടിയിലോട്ട്. ഇതിനകത്ത് മേജർ ആക്സിഡന്റോ അങ്ങനെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് ആകെ റീപ്ലേസ് എന്ന് പറയാനുള്ളത് ഈ ഒരു ഗ്ലാസ് മാത്രം, അതായത് ഡ്രൈവർ സൈഡിന്റെ ഡോറിന്റെ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്ന വില ഇതിന്? 210. ഇതിനാണെങ്കിലും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഒരു ഏകദേശം ഈ പറഞ്ഞ 70-80% നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. നല്ല ട്രാക്കുകളാണെങ്കിൽ സുസുക്കി അല്ലേ? ചെയ്യാൻ പറ്റും. ഫുള്ള് കിട്ടില്ല, നമുക്കൊരു 90% വരെ മാക്സിമം ചെയ്യാൻ പറ്റും. മാക്സിമം കിട്ടും. നേരെ നമ്മൾ ഒരു പുതിയ വണ്ടിയിലേക്ക് വരികയാണ്, i20. അതെ, ഏതാ മോഡല്? ഇത് 2022 മോഡല്. 22 മോഡല് ആസ്ത ഫുൾ ഓപ്ഷൻ വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്ന ടോപ്പ് എൻഡ് വണ്ടി. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഇതിന്റെ ടയർ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ 34,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 15 കിലോ ടയറേ പോയിട്ടുള്ളൂ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ഇതിനകത്ത് ഫീച്ചേഴ്സ് അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നത് ടോപ്പ് എൻഡ് വണ്ടിയല്ലേ? ഹ്യുണ്ടായുടെ വണ്ടികൾ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് ഫീച്ചർ റിച്ച് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ എത്ര ചോദിക്കുന്ന വില? റേറ്റ് ചോദിക്കുന്നത് 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ. 2022 ആസ്ത സിംഗിൾ ഓണർഷിപ്പ് 34,000 കിലോമീറ്റർ. ഓക്കെ, പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും? നെഗോഷ്യബിൾ ആണ്, അങ്ങനെ ഫിക്സഡ് റേറ്റ് ഒന്നും അല്ല. അപ്പൊ ഇതിന് ഫിനാൻസ് കിട്ടുമല്ലോ? പിന്നെന്താ, ഇതിനും നമുക്ക് 90% വരെ ഫിനാൻസ് ചെയ്യാം. 90% വരെ ഫിനാൻസ് കിട്ടും. നല്ല ട്രാക്കുള്ള വ്യക്തിയാണെങ്കിൽ. നമുക്ക് ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? ഫിനാൻസിന് ആദ്യം അത്യാവശ്യമായിട്ട് വേണം, ഫസ്റ്റ് തന്നെ വേണ്ടത് ആധാർ പാൻ ആണ്. ഓക്കെ, അത് വെച്ചിട്ട് സിബിൽ ചെക്ക് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഡോക്യുമെന്റ്സിന്റെ ആവശ്യം വരുള്ളൂ. ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പിന്നെ ചിലർക്ക് കാർഡടിച്ച റെസിപ്റ്റ് ചിലർക്ക് വേണ്ടി വരും. ഓക്കെ, അതായത് ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റും നമ്മൾ സാലറിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കാർഡടിച്ച റെസിപ്റ്റിന്റെ ആവശ്യം വരുന്നില്ല. അല്ലാതെ കാർഡടിച്ച റെസിപ്റ്റ് ആവശ്യം വരും, ഗ്യാരണ്ടർ ആയിട്ടും ഒരാൾ ആവശ്യം വരും. ഈ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എത്ര സമയം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും? എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഒരു അര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ മാക്സിമം ആവശ്യമുള്ളൂ. ബാക്കി പ്രൊസീജിയേഴ്സിന് ഒരു 3 ദിവസം പിടിക്കും. അതിനുള്ളിൽ ചെയ്യാൻ പറ്റും. എനിക്കൊരു സംശയമുള്ളത്, നമുക്ക് ഓൺ ഹൗസ് ഇല്ലാത്ത ആൾക്കാർ, അതായത് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ വണ്ടി? അങ്ങനെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് മിക്കവാറും ഇവിടുത്തെ എന്തെങ്കിലും ബില്ലോ, അതായത് ഇലക്ട്രിസിറ്റി ബില്ലോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ? അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല അവർക്ക് പുറമേ നിന്ന് ആരെങ്കിലും ഗ്യാരണ്ടർ ആയിട്ട് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് കുറേ 1-2 പേരൊക്കെ കമന്റ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത്. അടുത്തത് ഒരു ഇയോൺ ആണ്. ഹ്യുണ്ടായുടെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇത് 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 32,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 800 cc ആണ്. 800 cc ആണ്. എറാ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2.25. 2.25 ചോദിക്കുന്ന റേറ്റ്. ഓക്കെ, അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും പ്രൈസ് ഒക്കെ. ടയർ കണ്ടീഷൻ ഒക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഏകദേശം 50%-60% ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് കേട്ടോ. കോട്ടയം രജിസ്ട്രേഷൻ വണ്ടിയാണല്ലേ? അതെ. ഇന്ത്യൻ സൈഡിൽ സീറ്റ് കവർ മാറ്റിയിട്ടുണ്ട്, അതെ അപ്പോൾസ്റ്ററി മാറ്റിയിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. വേറെ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ട് തന്നെ കിടക്കുന്നത്. ടച്ച് സ്ക്രീൻ സിസ്റ്റം ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു കൊടുത്തേക്ക്. സീറ്റ് കവറും മാറ്റിയിട്ടുണ്ട്. റിയർ സൈഡിലേക്ക് വരുമ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഫ്രണ്ടിൽ പവർ വിൻഡോയും ബാക്കിൽ വൈൻഡറും ആണ് വരുന്നത് അല്ലേ? 2 ഡോർ പവർ വിൻഡോ. ഇയോണിൽ 4 ഡോർ പവർ വിൻഡോ വരുന്നില്ല. 4 ഡോർ പവർ വിൻഡോ വരുന്നില്ല. ഇങ്ങനെയാണ് വരുന്നത്. എത്രയാണ് ചോദിക്കുന്ന വില? ഇത് ചോദിക്കുന്ന വില 2.25. 2.25 ചോദിക്കുന്നത്. ഇതിന് നമുക്ക് ചെറിയൊരു 30 രൂപ 40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് സുഖമായിട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന 30 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതിനും റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല? ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ സ്ക്രാച്ച്, മൈനൂട്ട് സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ടയർ കണ്ടീഷനും ഉണ്ട് വണ്ടിക്ക്. അടുത്ത വണ്ടി ഹോണ്ടയുടെ അമേസ് ആണ്. ഇത് 2014 മോഡലിൽ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1.12 കിലോമീറ്റർ. ഏതായിരുന്നു വേരിയന്റ്? EXMT മാനുവൽ വണ്ടിയാണല്ലോ. അതെ, EXMT എന്ന് പറയുമ്പോൾ മിഡ് വേരിയന്റ് ആണ്. മിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലേ, എസ് പറഞ്ഞില്ലേ, അതിന്റെ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. അതിന്റെ തൊട്ട് താഴെ. അതിപ്പോ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്? അതിപ്പോ നോർമലി ഫീച്ചേഴ്സ് വരുന്നത് 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ആക്കിയിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ പറയുകയാണെങ്കിൽ ഇതൊരു 80-90% ടയർ കണ്ടീഷൻ. പുതിയ ടയർ കിടക്കുന്നത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല കട്ടിയുള്ള ടയർ തന്നെ കിടക്കുന്നത്. ഇതിനകത്ത് പറയാനുള്ളത് ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റീപ്ലേസ്മെന്റ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ.
അപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ആകെ ബോണറ്റ് മാത്രമാണ് മാറിയിട്ടുള്ളത്. എത്ര ചോദിക്കുന്ന വില? ഇതിന് ചോദിക്കുന്ന വില 280 280. 280. ഇതിനാകുമ്പോൾ നമുക്ക് ഏകദേശം ഫുൾ ഫിനാൻസ് പാസ്സാകാൻ പറ്റുന്ന വണ്ടിയാണ്. ചാൻസ് ഉള്ള വണ്ടിയാണ്. നല്ല ട്രാക്കുള്ള വ്യക്തിയാണെങ്കിൽ മാത്രം കേട്ടോ ഫുൾ ഫിനാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. നമുക്കിവിടെ ഫ്ലഡ് വണ്ടി ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. കൊണ്ടൊന്നും ചെക്ക് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഫ്ലഡ് വണ്ടി ഒന്നും എടുക്കാറില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തെടുത്ത് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയാറുണ്ട്. മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടിയിൽ എടുക്കുക. മേജർ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റേറ്റ് താത്തിയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏത് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും നിങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ല, ഇവിടെ ഒന്ന് വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും. അടുത്തത് വെൻഡോ ഫോൾക്സ്വാഗന്റെ വെൻഡോ ആണ് കിടക്കുന്നത്. ഏതാ ഇയർ? ഇത് 2017 മോഡൽ. 17 മോഡൽ ഹൈലൈൻ പ്ലസ് TSI ഓട്ടോമാറ്റിക്. ടോപ്പ് എൻഡ് ആണല്ലേ? ടോപ്പ് എൻഡ് ആണ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 35,000 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, അതായത് ഷോറൂം കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു ചെറിയ 2 സ്ക്രാച്ചസ് ഒഴികെ ബാക്കി വണ്ടി പക്കയാണ്. ഓക്കെ. ചെറിയ 2 സ്ക്രാച്ചുകൾ അതെവിടെയാണെന്ന്? അതൊന്ന് ഈ ബമ്പറിന്റെ കോർണറിൽ, ഒന്ന് ആ ഡോറിന്റെ സൈഡിലൊക്കെ ഞാൻ കണ്ടു. ഓക്കെ. അത് വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല. അപ്പോൾ ഇതിനെത്ര ചോദിക്കുന്ന വില? ഇതിന് ചോദിക്കുന്ന വില 7.5 ലക്ഷം രൂപ. 7.5 ലക്ഷം രൂപ. ഓക്കെ. ഫിനാൻസ് ഫോൾക്സ്വാഗന്? ഫിനാൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം നമുക്കിവിടെ എഴുതപ്പെട്ട വണ്ടികൾക്കൊക്കെ നമുക്ക് 70-80% മാക്സിമം കിട്ടും. ബാക്കി നമുക്ക് പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 90% കിട്ടും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്. ഇതിനകത്ത് ഇപ്പോൾ ടോപ്പ് എൻഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഫുൾ ഫീച്ചേഴ്സ് ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നീറ്റ് കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആണെങ്കിലും. ടയർ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു 40% ഓടാനുള്ള ടയറൊക്കെ കിടപ്പുണ്ട് കേട്ടോ, ഇതിൽ കുഴപ്പമൊന്നുമില്ല. നേരെ നമ്മൾ സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? പിന്നെ ഏതാ ഇയർ? ഇത് 2018 മോഡൽ. 18 മോഡൽ ZXi ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ആകെ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 69,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 69,000 ഓപ്ഷൻ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടിയാണ്. പിന്നെ ഇതിന്റെ മേളൊരു വേരിയന്റ് ZX പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ഉണ്ട്. അതിൽ വ്യത്യാസമുള്ളത് പ്രൊജക്ടർ ലാമ്പ്, അലോയ്, ഡയമണ്ട് കട്ട് അലോയ്, അതൊക്കെയാണ് വ്യത്യാസങ്ങൾ മാത്രമേ. ഇത് ഓട്ടോമാറ്റിക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നത് AMT, അതായത് ഓട്ടോമാറ്റിക്കലും മൈലേജ് ഉള്ള ഒരു വണ്ടി കൂടിയാണ്. മൈലേജ് ഉള്ള വണ്ടി കൂടിയാണല്ലേ? ഓക്കെ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. സീറ്റുകാരൊക്കെ കമ്പനി തന്നെ അല്ലേ? അതെ, കമ്പനി തന്നെയാണ്. എത്ര ചോദിക്കുന്ന വില? ഇതിന് ചോദിക്കുന്ന വില 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ. ഇതിനകത്ത് വില നമ്മുടെ റേറ്റ് ഇച്ചിരി താത്തിയാണ് വണ്ടിക്ക് ചോദിക്കാൻ കാര്യം. കാരണം ഈ വണ്ടിയുടെ ഈ ഒരു ബോണറ്റും ഒരു ഹെഡ്ലൈറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്ലെയിം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ബോണറ്റ് ഹെഡ്ലൈറ്റ് മാത്രം ചെയ്യാന്നുള്ള രീതിയിൽ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ ആ റേറ്റാണ് ചോദിക്കുന്നത്. കുറച്ചാണ് കൊടുക്കുന്നത് അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ തേഞ്ഞ് തീർന്ന ടയറാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാറ്റി തരും, അല്ലെങ്കിൽ അതിനനുസരിച്ച് വില താഴ്ത്തി തരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ നമ്മൾ വീണ്ടും ഹോണ്ട സിറ്റിയിലേക്ക് വന്നിരിക്കാം. ഇത് 2000 നേരത്തെ പറഞ്ഞ 2015 മോഡൽ. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് 72,000 കിലോമീറ്റർ. VX സെയിം സൺറൂഫുള്ള ടോപ്പ് എൻഡ് വണ്ടി തന്നെ. സൺറൂഫുള്ള ടോപ്പ് എൻഡ് വണ്ടി തന്നെയാണ്. എത്ര ഓടി ഉണ്ടാവും? ഇത് 72,000 കിലോമീറ്റർ. 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. ഇതിനകത്ത് ഇപ്പോൾ പറയാനാണെങ്കിൽ വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല. ഇതിനകത്ത് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും, അതായത് ബോണറ്റ്, ഡോർ, ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇന്റീരിയർ സൈഡ് ആണെങ്കിലും നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ നടക്കുന്നു. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സൺറൂഫ് ഉൾപ്പെടെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി തന്നെയാണ്. എത്ര ചോദിക്കുന്ന വില? ഇതിന് 7.20. 7,20,000 രൂപ. ഓക്കെ. ഫിനാൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 70-80% ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാ വണ്ടികൾക്കും. അപ്പോൾ ഈ വണ്ടിക്കും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് വരുമ്പോൾ ഇതൊരു ഡീസൽ വണ്ടിയാണല്ലേ? ഇത് ഡീസൽ വണ്ടിയാണ്. സ്കോഡയുടെ സൂപ്പർബ്. സ്കോഡയുടെ പ്രീമിയം വണ്ടിയാണ്. ഇത് ഏതായിരുന്നു ഇയർ? ഇത് 2015 മോഡൽ. 2015 മോഡൽ എലഗൻസ് ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് 78 കിലോമീറ്ററാണ് വണ്ടി ആകെ ഓടിയത്. 78,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ ചോദിക്കുന്ന വില 10,300,000. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് റീപ്ലേസ് പറയാനുള്ളത് കസ്റ്റമറിന്റെ വണ്ടിയാണ്. കസ്റ്റമർ പറഞ്ഞതിന്റെ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഒരു ഹെഡ്ലൈറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കേട്ടോ. ലോക്കാണോ? ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോഴും കമ്പനി സംഭവങ്ങളൊക്കെ തന്നെയാണ്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. ഇതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടയർ ബാഗ് കാര്യങ്ങൾ, അങ്ങനെയുള്ള സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. സീറ്റൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകൾ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എക്സ്പേസ് നോക്ക്. 50 എക്സ്പേസ് ആണല്ലേ? അതെ, അടിപൊളി എക്സ്പേസ് ആണ് വണ്ടിക്ക്.
ഞാനിരുന്നിട്ട് ഇവിടെ ഒരാൾക്കും കൂടി ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ഇവിടെ മറ്റേ ആംബ്രസ്റ്റ് വരുന്നില്ലേ, ആംബ്രസ്റ്റും കൂടി എടുക്കാം, എന്നാലല്ലേ ആ ഒരു സെറ്റപ്പ് ഉള്ളൂ. യെസ്, ഇവിടെ തുറക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പേസ്, സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അടിപൊളി ലൈറ്റ് എല്ലാം സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ AC വെൻ്റൊക്കെ ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. ബാക്കിലിരിക്കുന്ന ആൾക്ക് എല്ലാം കൊണ്ടും ഇവിടെ മറ്റേ AC-യുടെ ക്ലൈമറ്റ് കൺട്രോൾ ഡിസ്പ്ലേ, പിന്നെ ഇവിടെ ചാർജിങ് സ്ലോട്ട്, ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രീമിയം വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിന് എത്രയായിരുന്നു വില പറഞ്ഞത്? ഇതിന് വില വരുന്നത് 10,300. 10,300 ആണല്ലേ? ഫിനാൻസ് അവൈലബിൾ ആണല്ലോ? ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ 70-80%, 90% വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. യെസ്. അപ്പോൾ ഈ വണ്ടി വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട്. KL10 മലപ്പുറം വണ്ടിയാണ്. മലപ്പുറം വണ്ടിയാണ്. നമ്പറാണ് അതിന് ഫാൻസി നമ്പറാണ്. ഫാൻസി നമ്പറാണ് 4141. അടിപൊളി. അതിനകത്ത് ഇരിക്കുമ്പോൾ ഒരു റിച്ച് ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ Volkswagen ഗ്രൂപ്പിൻ്റെ വണ്ടിയാകുമ്പോൾ ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനൊരു ഫാൻസി നമ്പർ ആണല്ലേ? 8889. വണ്ടികളുടെയൊക്കെ ഫാൻസി നമ്പർ തന്നെയാണ്. വേറെ 5677. അടുത്ത ഒരു ഇന്നോവയിലേക്ക് വന്നിരിക്കുകയാണ്. റീവണ്ടി ആണല്ലേ? റീവണ്ടിയാണ്. ഓക്കെ. എത്ര Type 4 കൺവേർട്ട് ചെയ്തേക്കുന്നതാണ്. Type 4 കൺവേർട്ട് ചെയ്ത് 13 മോഡൽ. 13 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഇത് കിലോമീറ്റർ 236. 236. അതൊരു കിലോമീറ്റർ അല്ല ടൊയോട്ടയുടെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലേ? അത് കിലോമീറ്റർ അല്ല. അതെ. അപ്പോൾ ഇതിനകത്ത് കുറെ എക്സ്ട്രാ വർക്കുകൾ ചെയ്തിട്ടുണ്ടല്ലേ? ഇതിനകത്ത് DRL വരുന്ന ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കൊന്ന് നോക്കാം. ക്യാമറ, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. DRL വരുന്നുണ്ട്. ഇത് മറ്റേ സീക്വൻഷ്യൽ ടൈപ്പാണോ? അതെ, ഇങ്ങനെ ഓടിപ്പോകുന്ന ടൈപ്പിലുള്ള ഇൻഡിക്കേറ്റർ വിത്ത് DRL ആണ് വരുന്നത്. പ്രൊജക്ടർ ലാമ്പ് കയറ്റിയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഉണ്ട്. ഇവിടെ എക്സ്ട്രാ കമ്പി കൊടുത്തിട്ടുണ്ട്. ഇതിനെന്താ പറയാ? കമ്പി തന്നെ പറയാം. ഓക്കെ. പിന്നെ നമുക്ക് അലോയ് വീല് വരുന്നുണ്ട്. അലോയ് വീല് കയറ്റിയിട്ടുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മിറർ. പിന്നെ ഉള്ളത് ഇന്റീരിയർ ആണല്ലേ? വേറെ എന്തെങ്കിലും റിവേഴ്സ് ക്യാമറ അങ്ങനെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടോ? റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്ത് ആ ടോണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ബീജ് കളർ അല്ല, ബീജ് ഇന്റീരിയർ കളറാണ്. സീറ്റിനൊരു ബ്രൗൺ കളർ സീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ 7 സീറ്റാണ് വണ്ടി വരുന്നത്. 7 സീറ്റാണ്. മിഡിൽ ക്യാപ്റ്റൻ സീറ്റ് ആയിട്ടാണ് വരുന്നത്. നോക്കിക്കോളൂ, എല്ലാം നീറ്റ് ആൻഡ് ഗുഡ് ക്വാളിറ്റി തന്നെ കിടക്കുന്നു. തേർഡ് ഡ്രോയിങ് കൂടി ഒന്ന് കാണിച്ചു കൊടുത്തു. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. വണ്ടിയാണ്. കിലോമീറ്റർ 236. ഓക്കെ. ടയർ കണ്ടീഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു 40% ടയർ കണ്ടീഷൻ. പിന്നെന്താ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ളത് പറയാനായിട്ടുള്ളത് ഈ ഫ്രണ്ടിലെയും ബാക്കിലെയും വിൻഷീൽഡുകൾ മാറ്റിയിട്ടുണ്ടല്ലേ? ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതറിയാൻ പറ്റും. ഈ അവിടെ നിന്ന് അറിയാൻ മിക്കാണ്ട് വണ്ടികളുടെയും ഗ്ലാസ് ഒരു അവിടുത്തെ ഒരു ക്ലൈമറ്റ് വ്യത്യാസമുണ്ട്, ഇവിടുത്തെ ക്ലൈമറ്റ് വ്യത്യാസമുണ്ട്. അതനുസരിച്ച് ഫ്രണ്ട് ഗ്ലാസ് ആണ് കൂടുതലും പൊട്ടാറ് പതിവുള്ളത്. അപ്പോൾ ഡോറ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ബാക്കിലത്തെ ഈ ഒരു ടൈൽ ലാമ്പും ഈ ടൈൽ ലാമ്പ് ഇതുപോലെ മാറ്റി ചെയ്തിട്ടുണ്ട്. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇന്നോവയുടെ ടൈൽ ലാമ്പ് ആക്കിയിട്ടുണ്ട്. യെസ്. പിന്നെ ഡിഫോക്കർ ലൈൻ, വൈപ്പർ, ഇതൊക്കെ വണ്ടിയിൽ തന്നെ ഉള്ളതാണ്. പിന്നെ റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളുണ്ട്. അതെ, റിവേഴ്സ് ക്യാമറ, സെൻസർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ വിലയിലേക്ക് കിടക്കാം. ഇതിന്റെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 790. ഓക്കെ. ഇതിന് ഫിനാൻസ് കിട്ടുമോ? പിന്നെന്താ, ഫിനാൻസ് ചെയ്യാമല്ലോ. ഫിനാൻസ് കിട്ടും. എത്ര വരെ കിട്ടുമായിരിക്കും നമുക്ക്? ഇതിന് നമുക്ക് ഈ പറഞ്ഞ 70% നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 70% ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ട്രാക്കൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് 70% ഫിനാൻസ് കിട്ടും. ഒരു അടിപൊളി ഇന്നോവയാണ്. അത്യാവശ്യം നീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുള്ള, ഓവറാക്കി ചളവാക്കിയിട്ടില്ല, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കയറിയിട്ടുള്ള ഒരു ഇന്നോവയാണ്. അപ്പോൾ ഇത്ര വണ്ടിയാണ് നമുക്ക് ഇന്നുള്ളത് അല്ലേ? അതെ. ഇനി വണ്ടികൾ വരാനുണ്ടോ? ഇനിയും വണ്ടികൾ വരാനുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ വരും വീഡിയോകളിൽ നമുക്ക് കാണിക്കാം. പിന്നെ ആർക്കെങ്കിലും എൻക്വയറി ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് കൊടുക്കുമല്ലോ. നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഓൾ കേരള ഡെലിവറി, ഓൾ കേരള ഫിനാൻസ്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി കിട്ടണമല്ലോ അല്ലേ? അതെ. എല്ലാവരും വണ്ടി ഓടിച്ചിറക്കട്ടെ. വണ്ടി കിട്ടാതെ ആരും വിഷമിക്കരുത്. അപ്പോൾ എല്ലാ തരം ഫെസിലിറ്റികളും ഉള്ളൊരു യൂസ്ഡ് കാർ ഷോറൂമാണ് SA കാർസ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ നിന്ന് കാക്കനാട് പോകുന്ന വഴിക്ക്. നമുക്ക് ഇവിടെ മാത്രമല്ല ബ്രാഞ്ച് ഉള്ളത്. നമുക്ക് അപ്പോളോ ടൈസിൻ്റെ അവിടെ കൂടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. കളമശ്ശേരി തന്നെ 2 ഷോറൂം ഉണ്ട് കേട്ടോ. വേറൊരു ബ്രാഞ്ച് ഉണ്ടാകും. നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും 2 ബ്രാഞ്ചുകൾ ഉണ്ടാവും. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടിയുടെ അവൈലബിലിറ്റി, അവിടുത്തെ വണ്ടിയുടെ അവൈലബിലിറ്റി, അവിടുത്തെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കളമശ്ശേരി ടൗൺ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ആ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ 257 പില്ലർ നമ്പർ, മെട്രോ നമ്പർ 257. അതിന്റെ നേരെ അടുത്തായിട്ടാണ് ആ ഷോറൂം വരുന്നത്. അപ്പോൾ വണ്ടിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. വേറെ ഡീറ്റെയിൽസ് പറയാനായിട്ട് ഒന്നുമില്ലല്ലോ. വേറെ ഇനിയിപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ നിലവിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ. റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ മേജർ ആക്സിഡൻ്റ് ആയിട്ടുള്ള അങ്ങനെ കുഞ്ഞു റീപ്ലേസ്മെൻറ്റ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കസ്റ്റമറിനോട് പറഞ്ഞിട്ടേ വണ്ടി കൊടുക്കുകയുള്ളൂ. ഫ്ലഡ് വണ്ടികളിലൂടെ എടുക്കാറില്ല. നമുക്ക് 100% വിശ്വസിച്ച് ഇവിടുന്ന് വണ്ടി എടുക്കാം എന്നുള്ളതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആമീൻ, താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി നമ്മുടെ ഒപ്പം നിന്ന് കട്ടയ്ക്ക് കൂടെ എന്നതിന്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അടുത്തൊരു കിടിലൻ വണ്ടിയുടെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ കൊടുത്ത് നമുക്ക് പിരിയാം. ബൈ ബൈ.